ഇന്നത്തെ അറിയിപ്പുകൾ. കാത്തിരിപ്പിനൊടുവിൽ ബംഗളൂരുവിനും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിച്ചു. മുംബൈ ബംഗളൂരു റൂട്ടിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുക. 1100 കിലോമീറ്ററിലേറെ ദൂരമുള്ള റൂട്ടിൽ നിലവിൽ ട്രെയിനുകൾ 22 മണിക്കൂറോളമാണ് സർവീസിനെടുക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നതോടെ സമയത്തിൽ 6 മണിക്കൂറിന്റെ വരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. IT നഗരമായ ബംഗളൂരുവിനെയും രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് അനുമതി നൽകിയിരിക്കുന്നത്. ബംഗളൂരു സെൻട്രൽ MP PC മോഹനന് അയച്ച കത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. KSR ബംഗളൂരു സ്റ്റേഷനിൽ നിന്ന് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് സ്റ്റേഷനിലേക്കാകും വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ സർവീസ്. അതേസമയം രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ഇറങ്ങിയത് മുതൽ എന്നാകും കേരളത്തിന് ട്രെയിൻ ലഭിക്കുക എന്ന ആകാംക്ഷയിലാണ് കേരളം. കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽപാത കേരളത്തിന് അനുവദിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ വന്ദേ ഭാരതിന്റെ കൂടുതൽ സർവീസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം 12 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ പുറത്തിറങ്ങുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഇതിൽ കേരളത്തിനും സർവീസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രധാനമായും 3 റൂട്ടുകളാണ് കേരളത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനായി പരിഗണനയിലുള്ളത്. നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തിരുവനന്തപുരം മംഗളൂരു, തിരുവനന്തപുരം ബംഗളൂരു, തിരുവനന്തപുരം ചെന്നൈ എന്നിവയാണ് ഈ റൂട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിഷുവിന് സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും പ്രത്യേക വിൽപ്പന. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ചന്ത ആയിട്ടല്ല നടത്തുന്നത്. സൂപ്പർമാർക്കറ്റുകൾ ഞായറാഴ്ചയും പ്രവർത്തിക്കും. എല്ലാ സബ്സിഡി ഇനങ്ങളും സൂപ്പർമാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലുമുണ്ട്. സബ്സിഡി ഇതര സാധനങ്ങൾക്കായി പ്രത്യേക കൂപ്പൺ സപ്ലൈകോ കൈനീട്ടമായി നൽകുന്നുണ്ട്. 1000 രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഓരോ 1000 രൂപയ്ക്കും കൂപ്പണുകൾ ഉണ്ടാകും. വിഷുവിന്റെ പിറ്റേ ദിനം മുതൽ മെയ് 31 വരെ 1000 രൂപയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പണിലെ തുക കുറവ് കിട്ടും. എത്ര കൂപ്പണുണ്ടോ ആ തുക മുഴുവൻ ഇളവ് ചെയ്യും. കേരള വാർത്തകൾ നോക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4ാം ദിവസമായിട്ടും അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ കണക്ക് പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. കണക്കുകൾ ഉടൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാതെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ വിമർശനം ഉയരുന്നു. കണക്ക് പുറത്തുവിടാത്തതിൽ കൃത്യമായ വിശദീകരണം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹോം പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള കണക്കാണ് ഇനി വരാനുള്ളത്. ചില ജില്ലകളിൽ ഇൻഫർമേഷൻ വകുപ്പ് വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിലുള്ള കണക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. കണക്ക് പുറത്തുവിടാൻ കമ്മീഷന്റെ മുന്നിലുള്ള തടസ്സം വ്യക്തമാക്കണമെന്നും ദുരൂഹത സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പോളിംഗ് ശതമാന കണക്കുകൾ ഉടൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് കത്തയച്ചു. നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പോളിംഗ് ശതമാന കണക്ക് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അടിയന്തരമായി പുറത്തുവിടണം. പോളിംഗ് ശതമാനവും പോസ്റ്റൽ വോട്ടിംഗ് നില സംബന്ധിച്ച കണക്കുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്നും VD സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. പോളിംഗ് ദിവസം ബൂത്തിലെത്തിയവരുടെ കണക്കനുസരിച്ച് 78.27% പേർ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 75% മുകളിലായിരുന്നു പോളിംഗ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിൽ പോളിംഗ് കണക്ക് വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണക്കുകൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വരണാധികാരികൾ കണക്കുകൾ ക്രോഡീകരിച്ച് പൂർത്തിയാക്കിയ ഉടൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഓരോ ബൂത്തിലെയും കണക്ക് രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ കൃഷി വകുപ്പിലെ കരാർ ജീവനക്കാർക്ക് 4 മാസമായി ശമ്പളമില്ലെന്ന് പരാതി. ധനവകുപ്പ് ഫണ്ട് അനുവദിക്കാത്തതാണ് ഈ കടുത്ത പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു. സംസ്ഥാനത്തെ കൃഷി വകുപ്പിലെ ആത്മ പദ്ധതിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജില്ലാ ടെക്നോളജി മാനേജർമാർ ഉൾപ്പെടെയുള്ള കരാർ ജീവനക്കാർക്കാണ് കഴിഞ്ഞ 4 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസം വരെയുള്ള ശമ്പളം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ശമ്പളം ഇപ്പോഴും കുടിശ്ശികയാണ്. ആത്മയ്ക്ക് കീഴിലുള്ളവരും സപ്പോർട്ട് ലീഡ് സ്കീമിൽ ഉൾപ്പെട്ടവരുമായ സംസ്ഥാനത്തെ 150ഓളം ജീവനക്കാരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്.
ശമ്പളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൃഷി ഡയറക്ടർക്ക് കത്ത് നൽകിയെങ്കിലും ഇതിൽ കൃത്യമായ മറുപടി ലഭിച്ചില്ല. മുമ്പ് കൃഷിവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നായിരുന്നു ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ധനവകുപ്പിൽ ഫണ്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഈസ്റ്റർ, പെരുന്നാൾ, വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ശമ്പളം ലഭിക്കാത്തത് ജീവനക്കാരെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ജില്ലാ തലത്തിൽ സർക്കാരിന്റെ സുപ്രധാന കാർഷിക പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് ആത്മയിലെ ഈ കരാർ ജീവനക്കാർ. ഫീൽഡിൽ ഇറങ്ങി കൃത്യമായി ജോലി ചെയ്തിട്ടും മാസങ്ങളോളം ശമ്പളം നിഷേധിക്കുന്നുവെന്നും വിഷയത്തിൽ സർക്കാർ പരിഹാരം കാണണമെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.